എടി നിന്റെ അങ്കിൾ നീളം കുറഞ്ഞ ഇതിന്റെ അങ്കിളൊന്നും അല്ല. ഞാനിവിടെ ഉണ്ടേ. അപ്പന്റെ ആട്ടിൻകുട്ടിയെ കിട്ടിയില്ല അല്ലേ? ഓ നിന്റെ ആടാണല്ലേ അപ്പൊ പോയത്. ഞങ്ങൾ ഈ പറമ്പ് മുഴുവൻ അന്വേഷിച്ചു, അവിടെ ഒന്നും നിന്റെ ആടിനെ കാണാൻ സാധിച്ചില്ല. എടാ ഞാൻ ഇവനെയും കൂട്ടി ഈ പറമ്പ് മുഴുവൻ അന്വേഷിച്ചു. പോരാത്തതിന് ഏതെയോ കാട്ടിലേക്ക് എത്തി ഞങ്ങൾ അന്വേഷിച്ചു. എന്നിട്ട് നിന്റെ ആടിന്റെ ഒരു വിവരവും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ വിഷമിക്കണ്ട, അവനെ വല്ല കുറുക്കനോ ചെന്നായോ പട്ടിയോ വല്ലതും പിടിച്ചു കാണും. എടാ ആ കരുനാക്ക് സൂക്ഷിച്ചു കണ്ടൊക്കെ ഉപയോഗിക്ക്, മനസ്സിലായോ? അല്ല ബ്രോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അവനാണെങ്കിൽ സഹായിക്കാം ആടിനെ കണ്ടുപിടിക്കാനായിട്ട്. ഇനി മേല നിന്റെ വായ കൊണ്ട് എന്റെ ആടിനെ കുറിച്ച് ഒന്നും പറഞ്ഞു പോരുത്. അല്ല ചേട്ടാ, നിങ്ങൾക്ക് എവിടുന്നാ ഇവനെ കിട്ടിയത്? ഈ പറമ്പിൽ കയറിയപ്പോ ആകെ ഒരു മനുഷ്യനെ കണ്ടത് ഇവനെയാ. ഇവന് പുറത്ത് കടക്കാനുള്ള വഴി അറിയില്ല, അപ്പൊ എന്റെ കൂടെ പുറത്ത് കടന്നതാ. ശരി ബ്രോ, എന്നാ ഞാൻ പോയി. ആ ശരി. നിങ്ങളുടെ ആടിനെ കിട്ടുകയാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് അറിയിച്ചേക്കണേ. അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? എന്താണ് ബ്രോ, ഞാനും കുറെ അന്വേഷിച്ചല്ലേ നിങ്ങൾ ആടിനെ, അപ്പൊ കിട്ടിക്കഴിഞ്ഞ എന്നോട് പറയണ്ടേ? അതിന് പക്രു, നീ ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണില്ലല്ലോ. പിന്നെ എങ്ങനെയാ നിന്നോട് പറയാ ഞാൻ ആടിനെ കുറിച്ചൊക്കെ? അത് സാരമില്ല ബ്രോ, നിങ്ങളുടെ സരോജിനി ആന്റിന്റെ മോനല്ലേ? അതെ, നിനക്ക് എങ്ങനെ അറിയാം? ഓ, പണ്ട് നിങ്ങളുടെ പാടത്തോട്ടൊരു സൈക്കിൾ കൊണ്ട് വന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. നിങ്ങളുടെ അമ്മ എന്നെ അവിടുന്ന് പറപ്പിച്ചു വിട്ടു. എന്നെ പറപ്പിച്ചു വിട്ടില്ലെങ്കിൽ അത്ഭുതം. അതേ സരോജനി ആന്റിയാ നിന്റെ ആടിനെ പറപ്പിച്ചു വിട്ടെന്ന് ഓർമ്മ വേണം കേട്ടോ. എന്നാ ശരി ബ്രോ, ഞാൻ അങ്ങോട്ട് പോയി. ഇവന്റെ ആട് എവിടെയായിരിക്കുന്നാവോ? പാവം, ഞാൻ വിചാരിച്ചു അങ്കിള് പോയി വരുമ്പോ ആടിനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന്. എന്റെ ആടിന് ഒന്നും പറ്റാതിരിക്കട്ടെ. അതെ, അവൻ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കാണും. നീ വീട്ടിൽ പോയി നോക്ക്. സോറി, ഞങ്ങളുടെ അമ്മ ആട്ടി വിട്ടതുകൊണ്ടല്ലേ നിന്റെ ആടിന് വഴി തെറ്റി എങ്ങോട്ടോ പോയത്. ഞങ്ങളുടെ തെറ്റാ. നിങ്ങളുടെ തെറ്റല്ലല്ലോ, നിങ്ങളുടെ അമ്മയുടെ തെറ്റല്ലേ. സാരമില്ല, നിങ്ങളൊക്കെ വീട്ടിൽ പൊക്കോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അവൻ വന്നിട്ട് പൊക്കോളാം. അയ്യോ, നിനക്ക് വിഷമായോ? ശരിയാ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. എടാ നീ വിഷമിക്കണ്ട, നമുക്ക് നിന്റെ ആടിനെ എങ്ങനെയല്ലേ കണ്ടുപിടിക്കാട്ടോ. വേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി എന്നെ കൊണ്ട് കൂടുതൽ കഷ്ടപ്പെടണ്ട. നിങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോ. നിങ്ങളൊക്കെ പോയിക്കോ. എന്റെ കുട്ടൂസിനെ ഞാൻ എങ്ങനെയും കണ്ടുപിടിച്ചോളാം. എടാ അതൊരാളല്ലേ, നീ എന്താ ഇത്രയ്ക്ക് ഇമോഷണൽ ആവുന്നേ? അയ്യോ പാവം, ഒരുപാട് അവനെ മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവന് ശരിക്കും ആടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. എന്റെ അടുത്ത് ആട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞു അവൻ. അത് അവൻ ആടിന്റെ അടുത്തുള്ള ഇമോഷണൽ കണക്ഷൻ കൊണ്ടാകും. അല്ല, നിങ്ങളെന്നെ ഇത്രയും സഹായിച്ചതല്ലേ, ഞാൻ സത്യം പറയാം. എന്റെ ആട് ശരിക്കും മനുഷ്യരെ പോലെ സംസാരിക്കും. എന്ത്? ആട് സംസാരിക്കുന്നോ? എന്താണ് നിനക്ക് തലക്ക് വയ്യാണ്ടായോ? അവനെ തിരിച്ചു കിട്ടും, നീ വിഷമിക്കേണ്ട. മതി, വട്ടായെന്ന് തോന്നുന്നേ അതിന് കിട്ടാഞ്ഞിട്ട്. അല്ല, അത് ശരിക്കും സംസാരിക്കും. അവൻ സംസാരിക്കും ശരിക്കും. അവൻ സംസാരിക്കുന്ന ആരെങ്കിലും കണ്ട അവന് വെറുതെ വിടില്ല. അതാ എന്റെ പേടി. എനിക്ക് തോന്നുന്നത് അവനാരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നാ. എന്റെ ദൈവമേ, ഇവന് ഭ്രാന്തായെന്ന് തോന്നുന്ന ആടിനെ കിട്ടാതെ. നീ എണീറ്റ്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം. നിന്റെ വീട് എവിടെയാ? വേണ്ട ചേട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നീ വീട്ടിലേക്ക് പോകുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇന്ന് ഞാൻ കൊണ്ടുപോയിട്ടോളാം. അതെന്താ? ഞാൻ ഒറ്റയ്ക്ക് പോയാ എന്നെ കോക്കാച്ചി പിടിക്കുന്ന പേടിയാണ്. നിന്നെ കോക്കാച്ചി പിടിക്കുന്നുള്ള പേടിയൊന്നും അല്ല. നീ നിന്റെ ആടിനെ തപ്പി വേറെ എങ്ങോട്ടെങ്കിലും പോവാന്നുള്ള പേടിയാ, വേറെ ഒന്നും അല്ല. ഞാൻ എന്റെ ആടിനെ തപ്പി പോവാതെ എന്ത് ചെയ്യാനാ? അവനെ എനിക്ക് പിന്നെ എവിടുന്നാ കിട്ടാ? നോക്കിക്കോ, നീ എനിക്കൊരു 3 ദിവസം താ. അതിനുള്ളിൽ നിന്റെ ആടിനെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിച്ചത് നിൽക്കും. ഇത് എന്റെ അമ്മ ചെയ്ത തെറ്റിന് ഞാൻ ചെയ്യുന്ന പ്രായശ്ചിത്തം. ഓക്കെ, ഇനി നിന്റെ വീട്ടിൽ പോവോ? ആ, നിന്റെ വീട് എവിടെ പറ, ഞങ്ങൾ നിന്നെ കൊണ്ടുവിടാം. അയ്യോ, അത് വേണോ? എന്റെ വീട് ചെറുതാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇവിടെ ഒരു ഗ്രാമത്തിലാ. ഓ പിന്നെ, നീ ഒന്ന് പോയിക്കോ അവിടുന്ന്.
നിക്ക് ബാ നമുക്ക് പോവാം. ആ നടക്കെ. ആദ്യം നമുക്കില്ലേ മിനിമോളെ വീട്ടിലാക്കിയിട്ട് നിന്റെ വീട്ടിൽ പോവാം. വേണ്ട അങ്കിളെ, അവനെ വീട്ടിലാക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം. ഈ രാത്രി അവന്റെ വീട് വരെ പോകണ്ടേ? നിനക്ക് പേടിയാകും. പറ്റില്ല അങ്കിളെ, എനിക്ക് വരണം. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവാം. എന്നിട്ട് നാളെ രാവിലെ കൊണ്ടുവിടാം ഇവനെ. ആ അത് നടക്കും. പക്ഷേ അമ്മ നമുക്ക് മുത്തശ്ശി അറിയാതെ ഇവനെ വീട്ടിൽ കയറ്റാം. എന്റെ മിനിമോളെ ചെറുതാണെങ്കിലും നല്ല ബുദ്ധി ഉണ്ടല്ലേ. അയ്യേ, നിങ്ങളുടെ വീട്ടില്? അയ്യോ, നിങ്ങളുടെ വീട്ടിലിരിക്കോ? നിങ്ങളുടെ അമ്മ എന്നെ പപ്പടം പോലെ പൊടിക്കും. അവർക്ക് എന്നെ കണ്ണിട്ട കണ്ടൂടാ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. നീ ബാ. മിനിമോളെ നിന്റെ മുത്തശ്ശി നല്ല കലിപ്പിന് മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ. അതെ അതെ, അടുത്ത പ്രശ്നം എന്താ ഉണ്ടാക്കേണ്ടതെന്ന് നിന്ന് ഇങ്ങനെ ആലോചിക്കായിരിക്കും. ഞാനും അങ്ങളും തിരിച്ചു വരുന്നതിന് ശേഷം മുമ്പ് അല്ല ശേഷം. അതെന്താ മുത്തശ്ശിക്ക് അപ്പൊ വേറെ ഒന്നും ആലോചിക്കാനില്ല? അത് വിട്. ഇവൻ അകത്ത് കയറ്റിയപ്പോ എന്താ ചെയ്യാ? അമ്മേനെ അവിടുന്ന് മാറ്റണല്ലോ. ആ ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ഞാൻ അമ്മയുടെ ശ്രദ്ധ മാറ്റും. അപ്പൊ തന്നെ നീ വീട്ടിനുള്ളിലേക്ക് ഓടിക്കേറിക്കണം. വീടിനുള്ളിൽ ആദ്യം കാണുന്ന റൂമിലേക്ക് കയറിയേക്കണം. അതാണ് എന്റെ റൂം. അവിടെ കയറി കട്ടിനടി പോയി കിടന്നോ. അതിനുശേഷം ഞാൻ വന്നിട്ട് നിന്നെ വിളിക്കാം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അല്ല, അപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നാ എന്റെ അമ്മ എന്നെ അന്വേഷിക്കില്ലേ? അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ പേടിക്കണ്ട. ഞാനിപ്പോ അമ്മയുടെ ശ്രദ്ധ തിരിക്കും. അപ്പോ നീ ഓടി കയറിക്കോണം. മിനിമോളെ നീ എന്റെ കൂടെ വാ. ഓക്കെ അങ്കിളെ. ഓഹോ, വന്ന രണ്ടും കൂടെ. അമ്മേ ഇങ്ങോട്ട് വന്ന് നോക്കേ. എന്താടാ ഇവിടെ? ഇങ്ങോട്ട് വാ, വീട്ടിൽ കയറി. അമ്മേ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ അമ്മേ. കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. അതെ അതെ, ഇത് വിറ്റ് നല്ല പൈസ കിട്ടും തോന്നുന്നു മുത്തശ്ശി. എന്താ ഇവിടെ? ഓക്കെ അങ്കിളെ. പ്രാങ്ക് പ്രാങ്ക്.